ചൂരൽമലയിൽ ഞാൻ കണ്ട കാഴ്ചകൾ അതിഭയാനകമായിരുന്നു. കേട്ടറിഞ്ഞതിനേക്കാൾ എത്രയോ വലുതാണ് കൺകണ്ട കാഴ്ചകൾ. ഭാരതാംബയുടെ മനോഹര മാറിലേക്ക് ഒരു സംഹാരദൂതനെ പോലെ പ്രകൃതി അതിന്റെ അവസാന മാരകായുധം പ്രയോഗിച്ച കറുത്ത ദിനത്തിനിന്ന് മറ്റൊരാണ്ടുകൂടി പൂർത്തിയാകുന്നു. 2024 ജൂലൈ മാസത്തിലെ 30-ാം ദിനം സകല പക്ഷിമൃഗാദികളും ജീവജന്തുക്കളും പൂക്കളും പുൽച്ചാടിയും മുതൽ മണ്ണും മരവും മനുഷ്യനോടൊപ്പം അവരവരുടെ ഭാഷയിൽ സൃഷ്ടാവിനോട് രക്ഷിക്കണേ എന്നുറക്കെ നിലവിളിച്ചസ്തമിച്ച ഭൂമിയിലെ ഏറ്റവും മനോഹര പർദീസയുടെ കണ്ണീരിൽ ചാലിച്ച കഥയാണിത്. ചൂരൽമല എന്ന ഓർമ്മകളുടെ സങ്കടഭൂമികയുടെ ജീവന്റെ തുടിപ്പുകളുള്ള കഥ. ആ ഭീകര രാത്രിയുടെ ഇരുളിൽ ജീവന്റെ അവസാന ശ്വാസത്തിനായി ഒടുങ്ങാത്ത നിലവിളികൾ ഉയർന്ന മണ്ണ്. പാതിരാത്രിയുടെ അന്ധതയിൽ തിരിച്ചറിയാനാവാത്ത വിധം ചിതറിത്തെറിച്ച പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കിടയിലൂടെ ആർക്കൊക്കെയോ വേണ്ടി എങ്ങോട്ടെന്നില്ലാതെ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം പാഞ്ഞുപോയ നിരത്തുകൾ. 10-15 അടി ആഴത്തിൽ ഒഴുകിയിരുന്ന പുന്നപ്പുഴ ഇന്ന് ആ പഴയ ആഴങ്ങളെ വെറും പഴങ്കഥയാക്കി മാറ്റിയിരിക്കുന്നു. ഒന്നുമറിയാത്ത ഭാവത്തിൽ തികച്ചും ശാന്തമായി തെളിനീരഴകോടെ അത് ഒഴുകിപ്പോകുന്ന കാഴ്ച ഇന്ന് കണ്ണുകൾക്ക് തെല്ലും ആനന്ദം പകരുന്നതല്ല. 2 മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചിട്ടും ഒരൽപ്പം പോലും ചലിപ്പിക്കാനാവാത്ത വിധം അവിടെ വന്നു പതിച്ച ഭീമാകാരങ്ങളായ കരിമ്പാറക്കൂട്ടങ്ങൾ പ്രകൃതിയുടെ ആ രൗദ്ര താണ്ഡവത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി ഇന്നും അവിടെ നിലകൊള്ളുന്നു. കാതുകൾ കൊണ്ട് ആ യാഥാർത്ഥ്യം കേട്ടറിയാമെങ്കിലും മനസ്സിനത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ആവുന്നില്ല. അവിടെ അവശേഷിക്കുന്നത് വല്ലാത്തൊരു ശൂന്യതയും വേദനയും മാത്രമാണ്. വെള്ളാർമലയുടെ താഴ്വാരങ്ങൾ ഇന്നും നിശബ്ദമായി വിതുമ്പുകയാണ്. ആ ഹൃദയഭേദകമായ നിലവിളികൾ കേൾക്കാനുള്ള മനസ്സിന്ന് അവിടെ എത്തുന്ന എല്ലാ സന്ദർശകർക്കും ഉണ്ടാകുമോ ആവോ? നമ്മൾ ഇന്ന് കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മൺതരികൾക്കിടയിൽ എത്രയെത്ര ജീവനുകളാണ് നിത്യനിദ്രയിലാണ്ടിരിക്കുന്നത്. ആശ്വാസത്തിന്റെ വാക്കുകൾക്ക് അതിർവരമ്പുകൾ ഇടുന്ന കാഴ്ചകൾ കാണാൻ ഇതിലും വലിയൊരിടം വേറെ എവിടെയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ചൂരൽമല ഇന്നും പുഞ്ചിരിക്കുകയല്ല, പകരം ചോരവാർന്ന ഹൃദയത്തോടെ കരയുകയാണ്. നെഞ്ചുലയ്ക്കുന്ന സങ്കട കാഴ്ചകൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടാത്ത മനസ്സുകൾ ഉണ്ടാവില്ല. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തെരുവിൽ കലഹിക്കുന്നവർക്കും പണത്തിന്റെയും അധികാരത്തിന്റെയും മതാലസതയിൽ അഹങ്കരിക്കുന്നവർക്കും മാത്രമല്ല, ഉള്ളിൽ ഒരൽപ്പം മനുഷ്യത്വം ബാക്കിയുള്ള ഏവർക്കും ഭാരതത്തിന്റെ ഈ മഹാശവപ്പറമ്പിലേക്ക് ഒരു തീർത്ഥാടനം നടത്താം. ചൂരൽമല നമുക്ക് വെറുമൊരു ദുരന്ത ഭൂമിയല്ല, മറിച്ച് ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തെക്കുറിച്ച് വാക്കുകളില്ലാതെ പഠിപ്പിച്ചു തരുന്ന മണ്ണിൽ തൊട്ടെഴുതിയ ഒരു വലിയ ജീവിത പാഠമാണ്. ആ ഭീകര രാത്രിയുടെ മുറിപ്പാടുകൾ പേറി ചൂരൽമല ഇന്ന് സന്ദർശകരുടെ മാത്രം ഗ്രാമമായി മാറിയിരിക്കുന്നു. സ്വന്തം ജനതയുടെ ചിരിയും ബഹളവും ഒഴിഞ്ഞ അന്യരുടെ കണ്ണീർ വീഴുന്ന ഒരു നിശബ്ദ ഗ്രാമം. വ്യാപാര സ്ഥാപനങ്ങൾ വിരലിൽ എണ്ണാവുന്നവ മാത്രം. അവിടെയാവട്ടെ തദ്ദേശീയരെ കാണാനില്ല. അവരെല്ലാം വിസ്മൃതിയിൽ ആണ്ടുകാണണം. ബഹുഭൂരിഭാഗം കടകളും ആർത്തലച്ചു വന്ന മൺതിരയുടെ അവശേഷിപ്പിൽ നിന്ന് മോചനമില്ലാതെ ഇനിയും അടഞ്ഞു തന്നെ കിടക്കും. തകർന്നടിഞ്ഞ ആ മണ്ണിൽ ദുരന്തത്തിന്റെ ആഴങ്ങൾക്ക് മുകളിലൂടെ ഇന്ത്യൻ ആർമി നിർമ്മിച്ച ബെയിലി പാലം ഇന്നും നിവർന്നു നിൽപ്പുണ്ട്. അത് വെറുമൊരു ഇരുമ്പ് പാലമല്ല, മറിച്ച് ഉറ്റവർ നഷ്ടപ്പെട്ട പ്രാണനുകളെയും ഇല്ലാതായിപ്പോയ ഒരു നാടിന്റെ ഓർമ്മകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൃദയഭേദകമായ ഒരു പ്രതീകമാണ്. അവിടെ എത്തുന്ന ഓരോ സന്ദർശകനും ആ ഇരുമ്പ് പാളങ്ങളിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്നത് താഴെ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ ശബ്ദമല്ല, പകരം ആ ഇരുളിൽ ഒടുങ്ങിപ്പോയ നൂറുകണക്കിന് ജീവനുകളുടെ വിങ്ങിപ്പൊട്ടലുകളാണ്. പുനർജനിക്കാൻ കൊതിക്കുന്ന ഒരു നാടിന്റെ നിശബ്ദ സാക്ഷിയായി ആ പാലം ഇനിയും കുറച്ചു നാളുകൾ കൂടി അവിടെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. ഈ ഭൂമിയിൽ കാൽ ചവിട്ടുമ്പോൾ വേദനകൾക്ക് അവസാനമില്ല. ചൂരൽമല നൽകുന്ന ജീവിത പാഠത്തിന് മുണ്ടക്കയും ചൂരൽമലയും വിസ്മൃതിയിൽ ലയിക്കാത്ത ഓർമ്മയാണ്. വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെയും നമ്മുടെ അതിജീവന പോരാട്ടങ്ങളുടെയും.